കാലം തെറ്റി പെയ്ത മഴയെന്നൊക്കെ പറയുന്നത് പോലെയാണ് സിബി മലയിലിന്റെ ദേവദൂതൻ എന്ന സിനിമ. അലീനയുടെയും നിഖിൽ മഹേശ്വരിന്റെയും പ്രണയത്തിലൂടെ കടന്നു പോകുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നെങ്കിലും തുടർന്ന് വന്ന ജനറേഷനുകൾ ചിത്രത്തെ ഹൃദയത്തിലേറ്റി. നിഖിൽ മഹേശ്വരൻ എന്ന തന്റെ കാമുകന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചിരുന്ന നായികയായിരുന്നു അലീന. അന്ധനാണെന്നറിഞ്ഞിട്ടും അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അലീന എന്ന കഥാപാത്രം മലയാളികളുടെ ഉള്ളുലയ്ക്കുന്ന ഒന്നായിരുന്നു. ഇരുവരുടെയും പ്രണയം സിബി മലയിൽ എന്ന സംവിധായകന്റെ ആവിഷ്കാരത്തിൽ മറ്റു പ്രണയ ചിത്രങ്ങളിൽ നിന്നും ഏറെ വേറിട്ടു നിൽക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഇറങ്ങിയ പല സിനിമകളിലും പ്രണയമുണ്ടെങ്കിലും നിഖിൽ മഹേശ്വറിന്റെയും അലീനയുടെയും പ്രണയത്തോളം ഒന്നും ഉണ്ടാവില്ല. നിഖിൽ മഹേശ്വർ എന്ന അന്ധനായ തന്റെ കാമുകൻ മരണപ്പെട്ടതറിയാതെ അയാളെ കാത്തിരിക്കുന്ന നായികയാണ് അലീന. ഇരുവരുടെയും പ്രണയത്തെ അതിമനോഹരമായിട്ടാണ് സിബി മലയിൽ അവതരിപ്പിച്ചത്. ഇപ്പോഴിതാ 24 വർഷത്തിനു ശേഷം ദേവദൂതൻ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. അതും നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം. മലയാളികൾ ഏറെ നെഞ്ചോട് ചേർത്ത് വെച്ച ചിത്രം എന്നതിന് നിഖിൽ മഹേശ്വരിന്റെയും അലീനയുടെയും പ്രണയം പറയുന്നിടത്തൊക്കെ സംഗീതത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ആ വരികളൊക്കെ ഇന്നും യുവതലമുറകൾ പോലും പാടി നടന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ് മന്ത്രകോടി നെയ്തൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി കാരുണ്യത്തിരികൾ. ഈ ഗാനത്തിലൂടെ മഹേശ്വരും അലീനയും കൃഷ്ണമൂർത്തിയെല്ലാം ചേർന്ന പ്രണയകാവ്യത്തെ നെഞ്ചിലേറ്റുകയാണ് മലയാളികൾ. ചിത്രത്തിൽ മഹേശ്വറായി എത്തിയത് വിനീത് ആയിരുന്നു. അന്ധനായിരുന്ന നിഖിൽ മഹേശ്വറിന് അലീനയോടുള്ള സ്നേഹം വ്യക്തമാക്കുന്ന വരികളാണ് ഈ ഗാനത്തിൻ്റെത്. അബ്രപാളിയിൽ കരളെ നിൻ കൈ പിടിച്ചാൽ എന്ന ഗാനം വരുമ്പോൾ എല്ലാം മറക്കുകയാണ് പ്രേക്ഷകർ. വിദ്യാസാഗർ എന്ന മാന്ത്രികൻ സംഗീതം നൽകിയ ഗാനത്തിന് വരികൾ എഴുതിയത് കൈതപ്പുറമാണ്. പ്രീതിയും KJ യേശുദാസും ചേർന്ന് ഗാനം ആലപിച്ചു. വർഷങ്ങൾക്ക് മുന്നേ ചെയ്തു വെച്ച പാട്ടുകൾ നൂതന സാങ്കേതിക മികവോടെ കേൾക്കുമ്പോൾ പ്രേക്ഷകർ ഏതോ മായിക ലോകത്തേക്ക് എത്തിയ പോലെയാണ്. സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ദേവദൂതൻ. റിലീസ് വേളയിൽ ചിത്രം പരാജയം നേരിട്ടുവെങ്കിലും ചിത്രത്തിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 2000 ഡിസംബർ 22-ന് ക്രിസ്മസ് റിലീസായി തിയേറ്ററിൽ എത്തിയ സിനിമയാണ് ദേവദൂതൻ. ജയപ്രദ, ജനാർദ്ദനൻ, മുരളി, ജഗതി ശ്രീകുമാർ, വിനീത്, ജഗദീഷ്, ലെന, വിജയലക്ഷ്മി തുടങ്ങിയ നിരവധി താരങ്ങൾ ചിത്രത്തിൽ അണിനിരന്നിരുന്നു. വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. കഥയ്ക്കും കഥാപാത്രങ്ങൾക്കുമൊപ്പം സംഗീതത്തിനും പ്രാധാന്യം നൽകിയ ചിത്രം മ്യൂസിക്കൽ മിസ്റ്ററി ഹൊറർ വിഭാഗത്തിലാണ് ശ്രദ്ധേയമായത്. കാലത്തിനു മുന്നേ സഞ്ചരിച്ച കഥയുമായി ഇറങ്ങിയ ദേവദൂതൻ അന്നത്തെ കാലത്ത് പ്രതീക്ഷിച്ച വിജയം നേടാനായിരുന്നില്ലെങ്കിലും എന്നാൽ ഇന്ന് ഒരിക്കൽ അവഗണിച്ചതിന് പ്രായശ്ചിത്തം ചെയ്യുകയാണ് പ്രേക്ഷകർ. 2000-ലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ 4 അവാർഡുകൾ സ്വന്തമാക്കാൻ ചിത്രത്തിന് സാധിച്ചു. 24 വർഷങ്ങൾക്ക് ശേഷം നിഖിൽ മഹേശ്വറും അലീനയും വീണ്ടും തിയേറ്ററിൽ എത്തിയപ്പോഴും പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ആദ്യം ഈ ചിത്രം റിലീസായപ്പോൾ കാണാൻ പറ്റാത്തവർക്കെല്ലാം ഇപ്പോൾ ഇത് കണ്ടിറങ്ങുമ്പോൾ വലിയ കുറ്റബോധമുണ്ട്. അതിനു കാരണം ചിത്രത്തിലെ വൈകാരിക നിമിഷങ്ങൾ തന്നെയാണ്. വിശാൽ കൃഷ്ണമൂർത്തി എന്ന മോഹൻലാലിന്റെ കഥാപാത്രവും വേറിട്ടു നിൽക്കുന്ന ഒന്നാണ്. സംഗീത സംവിധായകനായ വിശാലിലൂടെ അലീനയുടെ കാമുകന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തി കൊടുക്കുകയാണ് സംവിധായകൻ സിബി മലയിൽ. ചിത്രത്തിലെ ഓരോ രംഗങ്ങളും ഹൃദയസ്പർശിയാണ്. സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകിയാണ് സിബി മലയിൽ ഈ ചിത്രം എടുത്തിട്ടുള്ളത്. വിദ്യാസാഗറിന്റെ മാസ്മരിക സംഗീതം കൂടിയായപ്പോൾ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഹൃദയഹാരിയായ കഥാമുഹൂർത്തങ്ങൾക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള സംഗീതമാണ് ദേവദൂതനു വേണ്ടി വിദ്യാസാഗർ ഒരുക്കിയിരിക്കുന്നത്.